പാലക്ക് മേടിച്ചാൽ എപ്പോഴും ചപ്പാത്തിക്കാണ് കറി ഉണ്ടാക്കുക. പാലക്ക് പനീർ ഉണ്ടാക്കും, അതല്ലെങ്കിൽ ജീരകമൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ കറി ഉണ്ടാക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കി നോക്കിയിട്ടോ. ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റിയ കറിയാണ്. ആദ്യം നമുക്ക് പാലക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇല മാത്രം എടുത്താൽ മതി. തണ്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിലേക്കുള്ള പരിപ്പ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 പിടി പരിപ്പ്, അധികമൊന്നും വേണ്ട കേട്ടോ. ഞാനിത് 2 പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വേവിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചീരയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നും പരിപ്പും എരിവിന് ആവശ്യത്തിന് ഉണക്കമുളകും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഈ വറുത്തെടുത്തതിന് ശേഷം അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നത്. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പാലക്ക് നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് തിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി റെഡിയാണ്. ഇനി ഇതിലേക്ക് വറുത്തിട്ടാൽ മാത്രം മതി. കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി വറുത്തും കൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡി. ശരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇത് ഏറ്റവും ടേസ്റ്റ്.